ഗൈസ് മണിസലാല നാടൻ യൂട്യൂബറാണ്. നമ്മളെ തെങ്ങൊക്കെ കണ്ടില്ല, വലിയ തെങ്ങാണ്. തെങ്ങിന്റെ ഈ ഭാഗത്ത് നമ്മളെ ഇനി അതേമാതിരി തന്നെ ഇതിന്റെ ഉള്ളിൽ ചെറിയ കോഴിക്കുട്ടികളുണ്ട്, വിരിഞ്ഞ കോഴിക്കുട്ടികളുണ്ട്. നമ്മളെ കോഴിക്കുട്ടിയുടെ അടുത്ത് കാണിച്ചാൽ അങ്ങോട്ട് വരുന്നത്, അങ്ങോട്ട് നോക്കി. ഇതിന്റെ ഉള്ളിലാണ് എവിടെ കോഴിക്കുട്ടികള്? അതാ കോഴിക്കുട്ടികൾ, അതാ അതിന്റെ ഉള്ളിലാണ്. ഇവിടുന്ന് വിരിക്കലാണ് കോഴിക്കുട്ടികൾ. ഇവിടുന്ന് വിരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? ലൈറ്റ് ഒക്കെ എന്താ ഇട്ട് കൊടുത്തിന്? ലൈറ്റ് ചൂട് കിട്ടാൻ വേണ്ടിട്ട്. അതായത് ഇവിടുന്ന് തന്നെ അതിന് മെഷീൻ ഉണ്ടോ ഉണ്ടാക്കാനല്ലേ? എന്നാ അത് അങ്ങോട്ട് നോക്കി. ഇതിന്റെ ഉള്ളിൽ നമ്മള് മെഷീൻ ഉണ്ടല്ലോ, ഇവിടെ തന്നെ ഉണ്ടാക്കണ, അബ് ഉണ്ടാക്കണ, സ്വന്തമായിട്ട് ഉണ്ടാക്കണ. ശരിയാണ് കേട്ടോ. ഇത് മൂപ്പര് നമ്മളെ നാട്ടുകാരൻ തന്നെ ഇവിടെ ഉണ്ടാക്കണത്. ഇവിടെ ഉണ്ടാക്കിയിട്ട് മൂപ്പര് വിരിയിച്ച് കണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? വലുതാവുമ്പോ അങ്ങോട്ടാക്കും. അതിനുള്ള വെളിച്ചങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേമാതിരി തന്നെ നമ്മളെ നാടൻ ആടുണ്ട്. ആടൊക്കെ നല്ല മിടുക്കാണ്. നമ്മൾ എങ്ങനെ പറ്റി സമയങ്ങള് പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാവിലെ പണിക്കൊണ്ടിന് മുമ്പ് നാട്ട് കൊടുക്കും. പണി കഴിഞ്ഞ് 3-3:30 പണി കഴിഞ്ഞ് വരും. അതായത് നമ്മളിവിടെ സലാലിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പണിന്റെ കൂടി ആടും കോഴിയും അതിന് കുട്ടികളെ വിരിയിക്കലും എല്ലാം കൂടെ നമ്മളെ ഗ്യാപ്പിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സലാല. വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഉപകാരങ്ങളുണ്ട് ഇവിടെ. അറിയാത്ത കുറച്ച് പൈസ റിയാലൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടി? വീഡിയോ ഇതാക്കാൻ പറയും, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ പറയും ആടിനോട്. ഓക്കെ, എല്ലാരും ചെയ്യാം. ഓക്കെ, താങ്ക് യു. അതെ, പാഷൻ ഫ്രൂട്ടും അതേമാതിരി തന്നെ കോഴിമുട്ടയൊക്കെ ഉണ്ട് ഇവിടെ. സംഗതി ഇവിടെ ഉണ്ട്. നമ്മളെ കോഴിക്കളൊക്കെ വിരിയിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് നമ്മളെ അബുവാണ് ഉണ്ടാക്കുന്ന സലാലയിൽ. ഓക്കെ, ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വിളിക്കുക. നമ്മള് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വിളിച്ചാല് നമുക്ക് ഇടയ്ക്കും നിലക്കൊക്കെ ഓരോരോ കോഴിമുട്ട നമുക്ക് തരും തിന്നാനേ. ഓക്കെ, എന്നാ ആയിക്കോട്ടെ അബുവോ. ഓക്കെ, താങ്ക് യു, ശുക്രൻ.